അർജുൻ അശോകന്റെ ഒരു സിനിമ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. ആമസോൺ പ്രൈമിലാണ് പടം സ്ട്രീം ചെയ്യുന്നത്. അൺബോർഡ് കൺമണി. സോ ഈ സിനിമയുടെ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഇതിന്റെ പ്ലോട്ട് ഗസ് ചെയ്യാം. നായകനും നായികയ്ക്കും കല്യാണം കഴിഞ്ഞ് 2 കൊല്ലമായിട്ട് കൊച്ചുങ്ങളൊന്നുമില്ല. പക്ഷെ പ്രശ്നം ഇവർക്കൊന്നല്ല, ഈ നാട്ടുകാർക്കാണ്. എല്ലാ നാട്ടിലും ഉണ്ടാവും ഇതേപോലെ കുറച്ച് അലവലാദികൾ. വല്ലവന്റെ ലൈഫിൽ എന്താ നടക്കണമെന്ന് എത്തിയും പാളിയും നോക്കി നടക്കുന്നവര് കൊച്ചുങ്ങളായില്ലേ, കൊച്ചിനെ കെട്ടിക്കാറായില്ലേ, ഇനി ആർക്കാണ് പ്രശ്നം എന്നൊക്കെ ചോദിച്ചിട്ട്. സോ ഇത് കാരണം അവർക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെയാണ് ഈ സിനിമ പറയുന്നത്. സോ ഒരിക്കലും ഞാനൊരു പീക്ക് ലെവൽ പടന്നോ അല്ലെങ്കിൽ ബോറിംഗ് എന്ന് പറയുന്നില്ല. ഒരു ആവറേജ് ഡീസന്റ് വാച്ച് എന്നൊക്കെ പറയാൻ പറ്റുന്ന പടം. 2 മണിക്കൂറിന്റെ സിനിമയാണ്. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ കൂടെ കടന്നു പോയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഈ ഹഡിൽസ് ഒക്കെ ഫേസ് ചെയ്തിട്ടുള്ളവർക്ക് എന്തായാലും കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ്. സോ ഈ സിനിമയില് ഷോ സ്റ്റീലേഴ്സ് ആയിട്ട് എനിക്ക് തോന്നിയത് അനഘ നാരായണനോ അർജുൻ അശോകനോ മാലാ പാർവതി ഒന്നും അല്ല, കുറച്ച് അമ്മായിമാരുണ്ട് ഇവരുടെ നാട്ടിൽ. നമുക്ക് എല്ലാവരും ഇതേപോലത്തെ ആൾക്കാരെ കാണാം. പരദൂഷണം അറ്റ് ഇറ്റ്സ് പീക്ക് അവര് കാണിച്ചു തരും. ഇതിൽ ആ കൊച്ചായോണ്ട് ചായ എടുത്ത് മുഖത്ത് ഒഴിച്ചതേ ഉള്ളൂ. നമ്മളൊക്കെ ആണെങ്കിൽ വല്ല അമ്മിക്കല്ല് തൂക്കിയിട്ടുണ്ടാവും. അത്രയ്ക്ക് ദേഷ്യം വരും നമുക്ക് കാണുമ്പോൾ. അതേപോലെ തന്നെ ശാന്തമ്മ എന്നുള്ള ക്യാരക്ടർ ചെയ്തൊരു ചേച്ചിയുണ്ട്. കിടിലായിരുന്നു കേട്ടോ, നല്ല രസമായിരുന്നു. കോമഡി സീൻസ് ഉണ്ട്, ഇമോഷണൽ സീൻസ് ഉണ്ട്, എല്ലാത്തിന്റെ ഒരു പ്രോപ്പർ മിക്സ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇപ്പൊ നമ്മൾ വിശേഷം പറഞ്ഞ സിനിമ കണ്ടിട്ടില്ലേ, അതേപോലെ തന്നെ ഗെറ്റ് സെറ്റ് ബേബി, ഇതിലൊക്കെ വരുന്ന ഒരു സിമിലർ പ്ലോട്ട് തന്നെയാണ്. പക്ഷെ IVF കാര്യങ്ങളൊന്നും ഇതിൽ പറയുന്നില്ല. മാലാ പാർവതി ആണെങ്കിൽ ഈ മറ്റേ ദുഃഖിതയായ വനിതയുടെ ഗ്ലോബൽ റെപ്രസെന്റേഷൻ തന്നെയാണ് ഈ സിനിമയിലും. പക്ഷെ കുറ്റമൊന്നും പറയാനുള്ളൊന്നുമില്ല. ഇതിൽ കുറച്ച് സീൻസ് ഉണ്ട്. അതായത് ഈ ചരട് കെട്ടിയ പ്രസവിക്കും, അതേപോലെ പൂജ ചെയ്താൽ പ്രസവിക്കുന്നൊക്കെ. ഈ സിനിമ കാണുമ്പോൾ നമുക്ക് തോന്നും നമ്മൾ 2025 ജീവിക്കുന്നത്, ഇപ്പോഴും ഇതൊക്കെ ഉണ്ടോ എന്ന്. ഡെഫിനറ്റ്ലി ഉണ്ടാവും. ഈവൻ 100% ലിറ്ററസി പറഞ്ഞാലും അന്ധവിശ്വാസത്തിന് ഒരു കുറവുമില്ല. അതിന് വേണമെങ്കിൽ റിയൽ ലൈഫ് എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. എന്റെ നമ്പർ ഏതോ ഒരു അലവലാതി കൊണ്ടുപോയിട്ട് ഇവന്റെ ഒരു ചാനൽ യൂട്യൂബിൽ കൊണ്ടുപോയിട്ടുണ്ട്, പ്രശ്നങ്ങൾ പരിഹരിച്ചു തരും എന്നൊക്കെ പറഞ്ഞിട്ട്. എനിക്ക് എപ്പോഴും ഫോൺ വരികയാണ്, എന്റെ ഭർത്താവ് വന്നിട്ട് കൈ മുറിച്ചു, ഞാൻ എന്താ ചെയ്യേണ്ടത് മൊയിലാരെ എന്ന്. നിങ്ങളുടെ ഭർത്താവ് കൈ മുറിച്ചോ ഒന്നെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറയാം, അല്ലെങ്കിൽ വല്ല സൈക്യാട്രിസ്റ്റോ ഹോസ്പിറ്റലിലോ കൊണ്ടുപോവാ. എന്റെ അടുത്ത് വിളിച്ച് പറഞ്ഞിട്ട് എന്താ കാര്യം? അതേപോലെ കോഴികൾ ചത്തൊടുങ്ങുകയാണ്, ഇതിനെന്താ പരിഹാരം ചെയ്യേണ്ടതെന്ന് വെറ്റിനറി ഡോക്ടറെ വിളിക്കുക, അതറിയില്ല. അല്ല എന്നെ വിളിച്ചിട്ട് എന്താ കാര്യം? എനിക്ക് എന്റെ കാര്യം നോക്കാനുള്ള കഴിവില്ല, ഞാൻ പിന്നെ നാട്ടുകാരുടെ കാര്യം എന്തിനാ നോക്കണേ? ഇതാണ് കേരളത്തിൽ ഇത്ര ലിറ്ററസി ഉണ്ട് പറഞ്ഞാലും ഇങ്ങനെ ഒരു കാര്യം ചെയ്താൽ നിങ്ങൾക്ക് പൈസ കിട്ടും, അല്ലെങ്കിൽ ലാഭം ഉണ്ടാവും, നല്ല ജീവിതം ഉണ്ടാവും, എപ്പോഴും വിശ്വസിക്കാനുള്ള ആൾക്കാരുണ്ട്. അതൊക്കെ ഈ സിനിമയിൽ കാണുമ്പോൾ നമുക്ക് തോന്നും. സോ ആമസോൺ പ്രൈമിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ കണ്ടു നോക്കുക. ഒരു നല്ലൊരു പടം, ഫാമിലി ആയിട്ടൊക്കെ കാണാൻ പറ്റുന്ന നല്ലൊരു പടമാണ്. ആമസോൺ പ്രൈമിൽ സ്ട്രീം ചെയ്യുന്നുണ്ട്. സോ ട്രൈ ഇറ്റ് ഔട്ട്.